നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ്. ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ ശ്രീ പിണറായി വിജയനാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇന്നത്തെ യുവാക്കളുടെ അവരുടെ ആവശ്യങ്ങളും അവരുടെ സംശയങ്ങളോടുമൊക്കെ മറുപടി പറയുകയാണ് അദ്ദേഹം ഈ ടോക്ക് ഷോയിലൂടെ ചെയ്യുന്നത്. ശ്രീ പിണറായി വിജയൻ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. കൂട്ടത്തിലിരിക്കുന്നവർ പലരും കന്നി വോട്ടർമാരായിരിക്കും, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വലിയ കാഴ്ചപ്പാടുള്ള ഒരുപാട് യുവാക്കൾ ഒക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം. എൻ്റെ പേര് നിതിൻ. ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ ജേർണലിസം സ്റ്റുഡൻ്റാണ്. വിദ്യാഭ്യാസ വായ്പ ഇന്നൊരു വലിയ സാമൂഹിക പ്രശ്നമായി മാറുന്നു. എന്താണ് ഇടതുപക്ഷത്തിന് ഇതിനുള്ളൊരു ബദൽ സംവിധാനം? വിദ്യാഭ്യാസ വായ്പ സാമൂഹ്യ പ്രശ്നമായി മാറുന്നത് ഈ വായ്പയെടുത്ത കുട്ടിക്കും കുടുംബത്തിനും ജോലി ലഭിക്കാത്തതിൻ്റെ ഭാഗമായി തിരിച്ചടക്കാൻ കഴിയാത്തതിലൂടെയാണ്. അപ്പോൾ വായ്പ വേണ്ടി വരുന്നത് കുടുംബത്തിന് സാമ്പത്തികമായി ശേഷിയില്ല. അപ്പോൾ തൊഴിൽ കിട്ടിയാൽ വായ്പ തിരിച്ചടക്കാമെന്ന മട്ടിലാണ് വായ്പയെടുക്കുന്നത്. പക്ഷേ പലർക്കും തൊഴിൽ ലഭിക്കുന്നില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ തൊഴിൽ നൽകുന്നതിനുള്ള പ്രത്യേക താല്പര്യവും കാണിക്കുന്നില്ല. തൊഴിൽ വിദേശത്ത് പോയി തൊഴിലെടുക്കാൻ പറ്റുന്ന ഒട്ടേറെ ജോലികളുണ്ട്. അത്തരം ജോലികൾക്ക് പോകുന്നതിനും ഇപ്പോൾ വലിയ തടസ്സങ്ങൾ വന്നിരിക്കുന്നു. ഇതെല്ലാം ഗവൺമെൻറ് ശരിയായ സമീപനം സ്വീകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. നൽകുന്ന വായ്പ ലഭിക്കുന്ന തൊഴിലിൻ്റെ ഭാഗമായി തിരിച്ചടക്കുക എന്നത് തന്നെയാണ് വേണ്ടത്. ആ തരത്തിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയണം. എൻ്റെ പേര് ജിനി. ഞാൻ ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, സ്വകാര്യ സ്വയംഭരണ കോളേജുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിലൂടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സ്വയംഭരണ കോളേജ് നമ്മുടെ സംസ്ഥാനത്ത് ശരിയായ രീതിയിലല്ല നടപ്പാക്കി വരുന്നത് എന്നാണ് തോന്നുന്നത്. അക്കാദമിക് രംഗത്ത് മികവുറ്റ സംഭാവന നൽകലാണ് സ്വയംഭരണത്തിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതല്ലാത്ത മറ്റു പലതിനും ഇതിലൂടെ നടപടികൾ സ്വീകരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വിദ്യാർത്ഥികളിലും അധ്യാപകരിലുമെല്ലാം വലിയ തോതിലുള്ള ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ലോകരംഗത്ത് സ്വയംഭരണ കോളേജുകൾ മികവുറ്റ കോളേജുകളെന്ന നിലക്ക് ചില കോളേജുകൾ ആ തരത്തിലാകുന്നതിനെ ചിലരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ വരുന്ന കുഴപ്പം നമ്മുടെ ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കാര്യത്തിൽ നിലവാരമില്ല എന്നതിന് അത്തരം കോളേജുകൾ അടച്ചുപൂട്ടണമെന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ നിരവധി കോളേജുകൾ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സാമ്പത്തിക ശേഷിയുടെ മേലെ മാത്രം നടന്നു പോകുന്നുണ്ട്. അവർക്ക് താല്പര്യം കൂടുതൽ ലാഭമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്വയംഭരണ കോളേജിൻ്റെ മറവിൽ കൂടുതൽ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയാൽ അത് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുക. ഒരു കാരണവശാലും വിദ്യാഭ്യാസ രംഗം ഒരു ലാഭ ചിന്തയോടെ സമീപിക്കേണ്ട ഒരു രംഗമല്ല. എൻ്റെ പേര് അക്ഷയ്. ഞാൻ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് വരികയാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മുടെ കേരളത്തിലെ സാക്ഷരത ഓരോ വർഷവും കൂടിക്കൂടി വിദ്യാഭ്യാസ സാക്ഷരത കൂടിക്കൂടി വരികയാണ്. പക്ഷെ ഒരു കുട്ടിക്ക് പോലും വായിക്കാനോ എഴുതാനോ അറിയില്ല. അപ്പോൾ ഈ വിദ്യാഭ്യാസ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണ്ടേ? വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പമല്ല അത്.
ഇവിടെ നമ്മുടെ ഇന്നുള്ള വിദ്യാഭ്യാസ രീതി വെച്ച് തന്നെ വായിക്കാനും തെറ്റുകൂടാതെ എഴുതാനും ശീലിക്കുന്നതിനൊരു പ്രയാസമില്ല. പക്ഷേ കാര്യങ്ങൾ ആ നിലക്ക് നടക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇതിന് നേതൃത്വം കൊടുക്കാൻ ഒരു സർക്കാർ ഇവിടെ ഇല്ല എന്നതാണ് ഇത്തരമൊരു നിലയുണ്ടാക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ ജില്ലാ കൗൺസിലുകൾ നിലനിന്ന ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് അന്നത്തെ ഒരു ജില്ലാ കൗൺസിൽ ഫലപ്രദമായൊരു നടപടിയെടുത്തിരുന്നു. എല്ലാ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് വായനയും എഴുത്തും പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളത് അത്ഭുതകരമായ മാറ്റമായിരുന്നു ഉണ്ടായത്. ആദ്യം ഇത് തന്നെയായിരുന്നു സ്ഥിതി. എഴുതാൻ കൃത്യമായിട്ട് കഴിയില്ല, വായിക്കാൻ കൃത്യമായിട്ട് കഴിയില്ല. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് എല്ലാ വിദ്യാലയങ്ങളും നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വന്നു. പക്ഷേ പിന്നീടത് ആ പദ്ധതി ഉപേക്ഷിച്ചു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ദുരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിച്ചു പോവുക തന്നെ വേണം. അതിന് ഫലപ്രദമായ ഇടപെടൽ വേണം. ആകെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു പോരായ്മയായിട്ടല്ല ഞാനതിനെ കാണുന്നത്. ഉള്ള കാര്യങ്ങൾ തന്നെ നേരെ ചൊവ്വയെ നടത്താൻ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. സർ, എൻ്റെ പേര് അശ്വതി, കാര്യവട്ടം ക്യാമ്പസിലെ ജേർണലിസം വിദ്യാർത്ഥിനിയാണ്. PSCയുടെ പിൻവാതിൽ നിയമനം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന പരീക്ഷാർത്ഥികൾക്ക് ഒരു നല്ല വാർത്ത നൽകാൻ അങ്ങേക്ക് കഴിയുമോ? PSCയുടെ പിൻവാതിൽ നിയമനമല്ല നടക്കുന്നത്. പിൻവാതിൽ നിയമനം PSCയെ മറികടന്നുകൊണ്ട് നടത്തുകയാണ്. അത് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണല്ലോ അവർക്ക് ഏറ്റവും വലിയ മിടുക്ക്. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അവർ സുതാര്യമായി കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ സുതാര്യമായി കാര്യങ്ങൾ നിയമനം നടക്കുക PSC വഴിയുള്ള നിയമനത്തിലൂടെയാണ്. PSC നിയമിക്കേണ്ട ഓഫീസുകളിൽ തന്നെ PSC നിയമനം നടത്താതെ ചില താൽക്കാലികക്കാരെ നിയമിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. അത് തീർത്തും നിയമവിരുദ്ധമായ നടപടിയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടതാണ്. PSCയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ സംഭവിക്കുന്നത് PSC റാങ്ക് ലിസ്റ്റ് ഇടുന്നു. അപ്പോൾ PSC റാങ്ക് ഹോൾഡേഴ്സ് പിന്നെ ആ ലിസ്റ്റിൽ പെട്ടു എന്നുള്ളതിൻ്റെ മേലെ ഒരു സംഘടനയും രൂപീകരിച്ച് നടക്കുകയാണ്. അവർ നിയമനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇത് നീട്ടിത്തരണം എന്നാവശ്യപ്പെടും. അപ്പോൾ ഉടനെ ഗവൺമെൻറ് നല്ല ഉദാര മനസ്സ് നീട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുന്നു. വീണ്ടും നിയമനമില്ല. ഇത് കബളിപ്പിക്കലാണ്, ഈ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കലാണ്. ഇതാണ് നാട്ടിൽ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഒരേ തരത്തിലുള്ള യോഗ്യതയാണ് പല ഉദ്യോഗങ്ങൾക്കും വേണ്ടത്. അവർക്കാകെ ഒരു കോമൺ ലിസ്റ്റാകാം. ആ ലിസ്റ്റിൽ നിന്ന് ആളുകളെ നിയമിച്ചു പോകാം. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2 സമരം ഒരു ദിവസം കാണാനിടയായി. ഒന്ന് നേഴ്സുമാരുടേതും മറ്റൊന്ന് ഡോക്ടർമാരുടേതായിരുന്നു. രണ്ടിടത്തും അവർ പറഞ്ഞത് 1500-ൽ പരം തസ്തികകൾ ഡോക്ടറതും ഒഴിഞ്ഞു കിടക്കുന്നു, നേഴ്സിൻ്റെതും ഒഴിഞ്ഞു കിടക്കുന്നു. നാട്ടിൽ നേഴ്സിംഗ് പാസ്സായവരും MBBS പാസ്സായവരും ഇല്ലാത്തതുകൊണ്ടല്ല. ഇതാണ് ഗവൺമെൻറ് മനോഭാവം. ഓരോ രംഗത്തും ഇതാണ്. ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുന്നതിനാവശ്യമായ നടപടിയാണ് സ്വീകരിക്കുക. ഒരുപക്ഷെ ഈ പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹതപ്പെട്ടവരെ മാറ്റി നിർത്താതെ അവർക്ക് പ്രാധാന്യം നൽകണം എന്നൊരു സുപ്രധാനമായ വിഷയമാണ്. ആ ഒരു ഉറപ്പാണ് യുവാക്കൾക്ക് അദ്ദേഹം നൽകുന്നത്. ഇനി അടുത്ത ചോദ്യം. എൻ്റെ പേര് അലിഡ. ഞാനിവിടെ തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ BMS വിദ്യാർത്ഥിനിയാണ്. ഇവിടെ ഉയർന്ന മാർക്കോടെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന പലരും ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണെന്ന് കാണപ്പെടുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? നമ്മുടെ ടാലൻറ്റുകളെ നമുക്ക് തന്നെ ഉപയോഗപ്പെടുത്താനുള്ളൊരു സ്പേസ് അവിടെ. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ചിലരൊക്കെ അവരുടേതായ താല്പര്യങ്ങളാലും കാരണങ്ങളാലും ചിലപ്പോൾ വിദേശത്തേക്ക് പോയി എന്ന് വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ മഹാഭൂരിഭാഗവും പോകുന്നത് അങ്ങനെയല്ല. അവർ നിർബന്ധിതമാവുകയാണ്. ഇവിടെ തൊഴിലില്ല. ഏതൊരാളുടെയും ജോലിയെടുക്കാനുള്ള ഏറ്റവും പ്രസരിപ്പുള്ള കാലം ആ യൗവനകാലമാണല്ലോ. ആ കാലം മുഴുവൻ മറ്റേതോ രാജ്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്.
നമുക്കിവിടെ ലഭ്യമാകുന്നില്ല. അത് ആ കാലം നമുക്ക് ലഭ്യമാക്കാനാവണം. അതിനുതകുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് LDF ഉദ്ദേശിക്കുന്നത്. സഖാവ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ കേരള സർവകലാശാല ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. LDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലൊരു ഇൻ്റർനാഷണൽ സർവകലാശാല ഉണ്ടാകുമോ? ഇത്രയധികം ഉന്നത വിദ്യാഭ്യാസം അവകാശപ്പെടുന്ന നമ്മുടെ ഈ കേരളത്തിൽ കൊള്ളാവുന്ന ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല എന്ന് പറയുന്നൊരു നാണക്കേടല്ലേ? ശ്രീ പിണറായി, ഇത് അബദ്ധമായൊരു ധാരണയാണ്. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിനുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ആ യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ കഴിവ് നമുക്ക് വികസിപ്പിക്കാനായിട്ടില്ല. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ചിലതിനെ, ചിലപ്പോൾ നമ്മുടെ കോളേജുകളിൽ ചിലതിനെ, ചില പ്രത്യേക വിഷയങ്ങളിൽ വലിയ കഴിവുറ്റതാക്കി മാറ്റണം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകാരം നേടത്തക്ക രീതിയിലുള്ള സ്ഥാപനമാക്കി അതിനെ മാറ്റണം. അപ്പോൾ ആദ്യം വേണ്ടത് ദേശീയ തലത്തിലുള്ള അംഗീകാരമാണ്. ദേശീയ തലത്തിൽ ചില കോഴ്സുകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അന്വേഷിക്കുമ്പോൾ ഒരു ആദ്യത്തെ 10-ൽ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കലാലയമോ അതാണ് നല്ലത് എന്ന് വരുമ്പോൾ ദേശീയമായി തന്നെ കുട്ടികൾ ഇവിടെ വരാൻ ആഗ്രഹിക്കും. ഇത് അസാധ്യമായൊരു കാര്യമല്ല. നമ്മുടെ കോഴ്സുകൾ ആ രീതിയിൽ പരിഷ്കരിക്കണം. നമ്മുടെ ഫാക്കൽറ്റി ആ രീതിയിൽ സജ്ജമാവണം. ആ രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളും നമുക്ക് വേണം. അത്തരമൊരു കാഴ്ചപ്പാടിലൂടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ അംഗീകാരം നേടേണ്ടത്. സർ, എൻ്റെ പേര് പാർവതി. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ PhD ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ക്യാമ്പസുകളിൽ ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാതായി വരുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുള്ള രാഷ്ട്രീയ ബോധത്തെ ബാധിച്ചതായി അങ്ങ് കരുതുന്നുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനമാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമെന്ന്. ഇന്ന് കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാലയങ്ങളെടുത്താൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വേണ്ടത്ര നടക്കുന്നില്ല. സംഘടനാ പ്രവർത്തനം ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ സംഘടനാ ബോധമാണ് ഇല്ലാതാവുന്നത്. സംഘടനാ പ്രവർത്തനത്തിലൂടെ ആർജിക്കുന്ന രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട്, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ട്. ഇതെല്ലാം കേരളത്തിൻ്റെ പ്രത്യേകതക്കിടയാക്കിയ കാര്യങ്ങളായിരുന്നു. ഒരു ഇടതുപക്ഷ മുഖമുള്ള നാട് ഈ രൂപത്തിലാണ് രൂപപ്പെട്ടു വന്നത്. അതിൽ വിദ്യാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. ഈ ഇടതുപക്ഷ ആഭിമുഖ്യം അത് തകരണമെന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഇടതുപക്ഷ ആഭിമുഖ്യം തകർക്കാൻ ഏറ്റവും നല്ലത് ആദ്യം തൊട്ടേ സംഘടനാ രംഗത്തേക്ക് വിദ്യാർത്ഥികൾ വരാതിരിക്കലാണ് എന്ന് അക്കൂട്ടർ കണക്കാക്കി. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളെടുത്താൽ ഭൂരിഭാഗം സ്ഥലത്തും ഒരു സംഘടനാ പ്രവർത്തനവുമില്ല. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനെതിരെയുള്ള പ്രചരണം അഴിച്ചുവിട്ടതും ഇത്തരം ശക്തികളാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ദോഷമല്ല സംഭവിക്കുന്നത്. കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു കോളേജിൽ, ഒരു വിദ്യാലയത്തിൽ മറ്റു ദൂഷ്യങ്ങളില്ലാതിരിക്കും. ആ മറ്റു ദൂഷ്യങ്ങളിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചാൽ അത് പലതും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇല്ലാത്തിടമാണ് എന്ന് കാണാൻ പറ്റും. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ സ്റ്റുഡൻ്റാണ്. അങ്ങ് മന്ത്രിയായിരുന്ന കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങ് മന്ത്രിയായിരുന്ന കാലത്തെ ചില അനുഭവങ്ങൾ ഞങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമോ? അതെന്താ പങ്കുവെക്കാനുള്ളത്? അതൊക്കെ കഴിഞ്ഞ കാലമല്ലേ. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി തന്നെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായ സമയത്ത് ശ്രീ വിജയൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് വീട്ടിൽ കറണ്ട് പോയി. വളരെയധികം നേരം അദ്ദേഹം ശ്രമിച്ചു, KCB ഓഫീസിൽ വിളിച്ചു, എന്നിട്ട് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഒടുവിൽ മിനിസ്റ്ററുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് സമയത്തിനകം അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചു. ഞാൻ വിജയനാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് വിഷയം, കുട്ടിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. പിന്നീട് അരമണിക്കൂറിനകം അവിടെ കറണ്ട് വന്നു. ഒരു ചീഫ് എഞ്ചിനീയർ അവിടെ വന്ന് ക്ഷമാപണം നടത്തി. ഒപ്പം അല്പസമയത്തിനകം തന്നെ ഒരു ഫോൺ കോൾ വന്നു.
ഞാൻ വിജയനാണ്, കറണ്ട് വന്നല്ലോ അല്ലേ എന്ന് പറഞ്ഞു. തിരിച്ച് നന്ദി പറഞ്ഞതിന് മുമ്പേ ഫോൺ കെട്ടിയെന്നാണ് പറയുന്നത്. അത്രയും ഷാർപ്പാണ് താങ്കളുടെ ഇടപെടൽ. ഒരു പക്ഷേ കുട്ടി ചോദിച്ചതിനൊരു ഷാർപ്പ് മറുപടി അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. എൻ്റെ പേര് ആദിത്യരാജ്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ പഠിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വോട്ടിംഗ് അല്ലാതെ വേറെ ഏതൊക്കെ രീതിയിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കാളികളാവാൻ സാധിക്കും? വിദ്യാർത്ഥികൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസം മാത്രമാണല്ലോ. ബാക്കി എല്ലാ ഘട്ടങ്ങളിലും വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വിഭാഗമാണല്ലോ നമ്മുടെ യുവത്വം എന്നത്. വിവിധ പ്രശ്നങ്ങളുടെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കുമല്ലോ. നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു, അവിടെയുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു, നാട്ടിൻ്റെ പൊതു ദിശയെ തിരിച്ചുവിടാനുള്ള, അതിനെ തെറ്റായ വഴിക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കുന്ന കൂട്ടായ്മയിൽ പങ്കുചേരുന്നു, ചിലപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ വിവിധ വഴികളിലാണല്ലോ നിങ്ങൾ പ്രവർത്തിക്കുക. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു ഘട്ടത്തിൽ ചെയ്യുന്നൊരു കാര്യം മാത്രമാണല്ലോ വോട്ട്. വോട്ടിനെ പറ്റിയല്ല പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. സമൂഹത്തെ ശരിയായ രീതിയിൽ നയിക്കാൻ സാധിക്കണം. ആ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അതിനെതിരെ പ്രതികരിക്കാനും കഴിയണം. അതിനാണ് നാം എപ്പോഴും പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഞാൻ ഹരിശങ്കരൻ, ഞാൻ ആയുർവേദ കോളേജിലെ BMS വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ ജനങ്ങളെ എങ്ങനെ സേവിക്കാം? സ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നല്ല. നമ്മുടെ പൊതുപ്രവർത്തനം എന്നത് നാം തിരഞ്ഞെടുക്കുന്നൊരു വഴിയാണ്. ആ പൊതുപ്രവർത്തനത്തിൽ സ്ഥാനത്തെപ്പറ്റി ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കുക. ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ആ യൂണിറ്റിന് ഒരു സെക്രട്ടറി ഉണ്ടാവും. എല്ലാവർക്കും സെക്രട്ടറി ആകാൻ പറ്റും? ആ യൂണിറ്റ് ഒരാളല്ലേ സെക്രട്ടറി ആകാൻ പറ്റും? ഇപ്പോൾ നിങ്ങളൊരു ചുരുക്കം അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. അതൊരു 15 ആണെന്ന് വിചാരിക്കും. എന്നാൽ നിങ്ങളെ അംഗങ്ങൾ വളരെ കൂടുതലല്ലേ, ഈ 15 ആക്കല്ലേ അംഗങ്ങളാകാൻ പറ്റും ആ കമ്മിറ്റി. ബാക്കിയുള്ളവർക്കെല്ലാം അംഗങ്ങളാകാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നതാവണമെന്ന് വെച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടില്ല, ഇന്ന സ്ഥാനം വേണം എന്ന് വെച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥി സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ എല്ലാ കഴിവും വിനിയോഗിക്കുമ്പോൾ നിങ്ങളെ ആ സമൂഹം തിരിച്ചറിയും, വിദ്യാർത്ഥികൾ തിരിച്ചറിയും. അതിൻ്റെ ഭാഗമായി നിങ്ങളിൽ സ്ഥാനം എത്തിപ്പെടും. പക്ഷെ നമ്മുടെ യുവതലമുറയ്ക്കുള്ള ഒരു നല്ല ഉപദേശം കൂടിയാണ് അത്. ലക്ഷ്യം നല്ലതാണ് എങ്കിൽ സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല, സ്ഥാനമാനങ്ങൾ അതിൻ്റെ ഒരു അടിസ്ഥാനം മാത്രമാണ് എന്നുകൂടിയാണ് ശ്രീ പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം ഇവിടെ. സർ, എൻ്റെ പേര് മുരുകൻ. ഞാൻ തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ സെക്കൻഡ് ഇയർ BMS വിദ്യാർത്ഥിയാണ്. സർ, ചില രാഷ്ട്രീയ നേതാക്കളോട് സർ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, ആ പഴയകാല രാഷ്ട്രീയ നേതാക്കളോടുള്ള പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായൊരു നല്ല അനുഭവം ഞങ്ങളോട് പങ്കുവയ്ക്കാമോ സർ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും, എന്നാലും ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ. അത് എല്ലാം നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കുമല്ലോ എപ്പോഴും. ഇവരുടെയൊക്കെ പ്രായമായിരുന്ന സമയത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അങ്ങനെയുണ്ടോ? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരു പ്രത്യേക ഘട്ടമായിരുന്നു അന്ന്. അതിൻ്റെ ആ കാലയളവിൽ ഇന്നത്തെ പോലെ വിദ്യാർത്ഥി സംഘടന ഒരു വളരെ കൃത്യതയുള്ള ഒന്നായിരുന്നില്ല. അങ്ങനെ ഒരു സമ്മേളനം കൈയടക്കണമെങ്കിൽ ചിലർ വിചാരിച്ചാൽ പറ്റുമായിരുന്നു. അങ്ങനൊരു കാലമായിരുന്നു. കുറച്ച് ആളുകളെ കൊണ്ടുപോയി കയറ്റിയാൽ മതി, അങ്ങനൊരു കാലമായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ നക്സൽ മൂവ്മെൻറ്റ് വന്ന ഘട്ടത്തിൽ അവിടെ പാലക്കാട് വെച്ച് സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനം കുറേ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ട് പിടിച്ചടക്കുന്ന നില വന്നിരുന്നു. അങ്ങനൊരു ഘട്ടം ആ വിദ്യാർത്ഥി KSF എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ കമ്മിറ്റിക്ക് പിന്നെ അധികകാലം പ്രവർത്തിക്കാൻ പറ്റിയില്ല. അവർക്ക് വിദ്യാർത്ഥികളോ പിന്തുണയോ ഒന്നുമില്ല. ആ കമ്മിറ്റി പിന്നെ കുറച്ചു കാലം പ്രവർത്തിക്കുന്നതോടെ അത് നിശ്ചേഷ്ടമാകുകയാണ് ചെയ്തത്. പിന്നെ പുതിയ കമ്മിറ്റി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു കൺവെൻഷനിലൂടെ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന്
ആ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ പിടിച്ചടക്കി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ 2 നേതാക്കളായിരുന്നു. ഒന്ന് കെ വേണുവും ഫിലിപ്പം പ്രസാദും. വേണു ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആ കെ വേണുവല്ല, വേറൊരു കെ വേണു ഉണ്ടായിരുന്നു, ആ വേണു. പക്ഷേ ദീർഘകാലം അവർക്കങ്ങനെ പ്രവർത്തിച്ച് പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ളതായിരുന്നു അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. പിന്നീട് സജീവമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാകാം എന്നൊരു നിലയിലേക്ക് ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? പൊതുപ്രവർത്തകനായിട്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ പൊതുപ്രവർത്തകനാകാമെന്ന നിലയിൽ തന്നെയാണ് എടുത്തത്. അങ്ങനെ പൊതുപ്രവർത്തകനായി മാറുകയുണ്ടായി. അതൊരു സെക്കൻഡ് ഇയറിൽ, ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ അങ്ങനെയൊരു നിലപാടിലേക്ക് നീങ്ങിയിരുന്നു. പിന്നെ ഏറെക്കുറെ മുഴുവൻ സമയക്കാരനായി മാറിയിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് വിത്തുകേണ്ടി ചെയ്തതാണ് എൻ്റെത്. അത് പിന്നീട് ഞാൻ MLA ആയപ്പോൾ ഇവിടെ CC ഡേവിഡ് എക്സാമിനേഷൻ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു. അദ്ദേഹം ലണ്ടൻ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, വിജയ നമുക്കത് റിലീസ് ചെയ്തുകൂടെ? ഞാൻ റിലീസ് ചെയ്തിട്ടാ കാര്യം. ഏതായിരുന്നു സബ്ജക്റ്റ്? ഏതായിരുന്നു? എക്കണോമിക്സ്. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിത്തുകേണ്ടി ചെയ്ത് കിടക്കുകയാണ് അവിടെ ഇപ്പോഴും. എൻ്റെ പേര് ഈശാം. ഞാൻ ട്രിവാൻഡ്രം ആയുർവേദ കോളേജ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ ചോദ്യം നവകേരള എന്നാൽ എന്താണെന്ന്. നവകേരളം എന്നത്, നമ്മളെ കേരളം പലതരത്തിലും പ്രത്യേകതയുള്ളൊരു നാടാണ്. എല്ലാ രംഗത്തും പല രംഗങ്ങളിലും നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞ നാടാണ് നമ്മുടേത്. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഇതിലെല്ലാം ലോകപ്രശസ്തി തന്നെ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി ചില വികസിത രാഷ്ട്രങ്ങൾക്ക് നേടാൻ കഴിഞ്ഞ സാമൂഹ്യമായ നേട്ടങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. എന്നാൽ നമ്മുടെ സാമ്പത്തിക രംഗം വളരെ പിറകിലാണ്. ഇതെല്ലാമാണെങ്കിലും കാലാനുസൃതമായി നമ്മളങ്ങ് വികസിച്ചിട്ടില്ല. പല രംഗങ്ങളും എടുത്തു പരിശോധിച്ചാൽ നമ്മൾ വല്ലാതെ പിറകിലാണ്. അത് ദശാബ്ദങ്ങളോളം പിറകിലാണ്. ഈ പിറകിൽ നിൽക്കുന്ന കേരളത്തെ അതിവേഗതയിൽ മുന്നോട്ട് നയിക്കണം. അപ്പോൾ നേട്ടങ്ങൾ നിലനിർത്തി നാടിനെ മുന്നോട്ട് നയിക്കാത്ത സമീപനം ഇപ്പോൾ ഈ ഗവൺമെൻറ് കാണിക്കുന്നത് പോലെ അത്തരത്തിലുള്ള സമീപനങ്ങൾ വന്നതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകേണ്ട പുരോഗതി നമ്മുടെ നാടിന് ലഭിച്ചിട്ടില്ല. ഇത് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് നാടിനെ അതിവേഗതയിൽ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ നീതിയും തുല്യതയും ഉറപ്പുവരുത്തത്തക്ക വികസനമാണ് ആവശ്യം. സമഗ്രമായ വികസനമാണ്. അത്തരത്തിലുള്ള ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് പറയുന്നത്. അതാണ് നവകേരളം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. എൻ്റെ പേര് ഏഞ്ചല, സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ BSc സ്റ്റുഡൻ്റാണ്. സർ, എൻ്റെ ചോദ്യം LDFൻ്റെ വികസന അജണ്ടകൾ എന്താണ്? LDFൻ്റെ വികസന അജണ്ടകളുടെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്, വികസനം എങ്ങനെ വേണമെന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നിങ്ങളെ നാടെവിടെയാ? ട്രിവാൻഡ്രം. ഇപ്പം നമ്മുടെ നാട്ടിലെ ചില നദികൾ നോക്കിയാൽ, ചില കായലുകൾ നോക്കിയാൽ, അവിടെയൊക്കെ പണ്ട് കാലങ്ങളിൽ നല്ല തെളിഞ്ഞ വെള്ളം, ശുദ്ധമായ വെള്ളമാണ്. ഇപ്പോഴാണെങ്കിൽ മലിനമാണത് ആ വെള്ളം. അതുതന്നെ ഉണ്ടാക്കുന്ന രോഗമുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ജനങ്ങളുടെ ആരോഗ്യം തകരുന്നതിനാണ് അത്തരം സാഹചര്യം ഇടയാക്കുന്നത്. പിന്നെ നമ്മൾ പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, ഇത് ഭൂഗർഭജലത്തെ ബാധിക്കുകയാണ്. ഭൂഗർഭജലവും മലിനമാവുക. അപ്പോൾ ജലസ്രോതസ്സുകളാകെ ശുദ്ധീകരിക്കാനാവുക. ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്, നമ്മുടെ വികസനത്തിനും ആവശ്യമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ മാത്രമേ നമ്മുടെ നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനാവൂ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയിൽ ചെന്ന് നോക്കിയാൽ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന നിലയാണ്. അവിടെ വെള്ളം കാണാനുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു മാറ്റമാണ് നദികൾക്ക് വന്നിട്ടുള്ളത്. ഈ പല പുഴകളും പല നദികളും
പല കായലുകളും ആ അവസ്ഥയിലേക്കാണ് എത്തിപ്പോകുന്നത്. ഇപ്പം നമ്മുടെ പട്ടണപ്രദേശങ്ങൾ നോക്കിയാൽ ആകെ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. കൃത്യമായി സംസ്കരിക്കാനുള്ള നടപടികൾ വേണം. അതിനുതകുന്ന നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ സർക്കാരിനാവണം. ഇങ്ങനെ തുടങ്ങി പിന്നെ നമ്മുടെ തൊഴിലവസരങ്ങൾ, അതിനുള്ള സ്ഥാപനങ്ങൾ, ആവശ്യമായ നമ്മുടെ നാടിന് ചേരുന്ന വ്യവസായശാലകൾ, ഇങ്ങനെയെല്ലാം കൂടിയുള്ളതാവണം നമ്മുടെ വികസനം. നിങ്ങൾ ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്? ബയോടെക്നോളജി. ബയോടെക്നോളജി പഠിച്ചു കഴിഞ്ഞ് നേരെ നിങ്ങൾ ചിലപ്പോൾ കൃഷിക്കാരിയായിട്ട് മാറിയെന്ന് വരും. നല്ല നില ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരികളും തന്നെ കൃഷിയിലേക്ക് കടന്നു വന്ന് വരും നല്ല നിലക്ക്. ഒരുപക്ഷെ പലയിടങ്ങളിലും CPM തുടങ്ങി വെച്ചിട്ടുള്ള ജൈവ പച്ചക്കറി കൃഷി അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു തുടർച്ചയായിരിക്കുമോ ഇനി LDF അധികാരത്തിൽ വന്നാലുണ്ടാവുക? ജൈവ പച്ചക്കറിയിൽ സ്വാഭാവികമായ തുടർച്ചയുണ്ടാകും. പക്ഷേ ഇത് അതിനേക്കാളെല്ലാം അപ്പുറത്താണ്, ഇതിനേക്കാളെല്ലാം അപ്പുറത്തുള്ളതാണ്. ഇത് നല്ല രീതിയിൽ ഗവൺമെൻറ് തയ്യാറെടുത്ത് അതിന് സഹായങ്ങൾ എത്തിച്ച് കൃഷി അഭിവൃദ്ധിപ്പെടുത്തുകയാണ് വേണ്ടത്. അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിയുള്ളത്. അതാണ് ഞങ്ങൾ പറയുന്ന സമഗ്ര വികസനം. ഈ സാമൂഹ്യ നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ സമഗ്ര വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ശില്പ, ഗവൺമെൻറ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻ്റാണ്. സർ, പൊതുവേ ഉള്ളൊരു സാറെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവക്കാരനും കർക്കശക്കാരനൊക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. വീട്ടിലുള്ള സഖാവ് അതേ ചിരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വീട്ടിലുള്ള സഖാവും ഈ ഒരു കൂട്ടത്തിലാണോ? വീട്ടുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് സാറോട്, ഈ സാറിന്റെ ഈ ഒരു സ്വഭാവത്തോട്? അത് വാ ഒരു ദിവസം വീട്ടിൽ. പേരെങ്ങനെയായിരുന്നു? ശില്പ. അപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവിടെ ചിലപ്പോൾ നമുക്കറിയാം എന്താണ് വീട്ടുകാരനായ പിണറായി വിജയൻ എന്ന്. കോമ്രേഡ്, ഞാൻ വിഷ്ണു, ചെർപ്പളശ്ശേരി. പൊതുവെ കേൾക്കുന്നുണ്ട് LDF ടെക്നോളജിക്ക് എതിരാണെന്ന്. സത്യത്തിൽ എന്താണ് LDFന്റെ ടെക്നോളജിയോടുള്ള സമീപനം എന്താണ്? ഇത് യുവാക്കളുടെ വലിയൊരു സംശയം. എന്താ വെച്ചാൽ വലിയൊരു പ്രചരണം ഇങ്ങനെ നടക്കുന്നുണ്ട്, LDF വികസനത്തിന് എതിരാണ് അല്ലെങ്കിൽ ടെക്നോളജിക്ക് എതിരാണ് എന്ന തരത്തിൽ. അതെല്ലാം ഈ ഇടതുപക്ഷത്തിനെതിരെ ചാർത്തുന്ന ചില വിശേഷണങ്ങളാണ്. ഞങ്ങൾ എപ്പോഴും തൊഴിലാളി വർഗ താല്പര്യം സംരക്ഷിക്കുന്നവരാണ്. തൊഴിലാളികളാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിലുള്ളത്. അപ്പോൾ ഒരു കണ്ടുപിടുത്തവും തൊഴിലാളിക്കെതിരായിട്ടുള്ളതല്ല. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ആവശ്യത്തിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളുടെയും കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട്. എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളെയും നിഷേധിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിനില്ല. നാടിൻ്റെ അഭിവൃദ്ധിക്കുതകുന്ന എല്ലാ നടപടികളെയും സ്വാഭാവികമായും ഇടതുപക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ഒരാരോപണം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വികസന സാധ്യതയുള്ള ഒന്നാണ് IT രംഗം. ഇനിയിപ്പോൾ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ ലക്ഷക്കണക്കിൽ ചെറുപ്പക്കാരായിരിക്കും പുതിയ IT രംഗത്ത് ജോലിയെടുക്കുന്നവർ. അത്തരത്തിലുള്ള വികസന കുതിപ്പായിരിക്കും IT മേഖലയിൽ ഉണ്ടാവുക. IT രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പിൽ തന്നെയാണ് LDF അടുത്ത അധികാരത്തിലേക്ക് എത്താനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അടുത്ത ചോദ്യം ഉള്ളതാണ്. സർ, എൻ്റെ പേര് ഫാസിൽ, ഗവൺമെൻറ് ഹോമിയോ കോളേജിൽ നിന്നായിരുന്നു. സർ, യുവാക്കളെ കാർഷിക മേഖലയ്ക്ക് ആകർഷിക്കാൻ താങ്കളുടെ സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? യുവാക്കളെ പ്രത്യേകിച്ച് അത് കാർഷിക മേഖല വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ കാർഷിക മേഖലയോട് കൃഷിക്കാർക്ക് തന്നെ താല്പര്യം കുറഞ്ഞിരിക്കുന്നു. എന്നാൽ കർഷക വൃത്തിയിലൂടെ നല്ല വരുമാനമുണ്ടാവും എന്നുറപ്പായാൽ ആരും കർഷക വൃത്തിയിലേക്ക് നീങ്ങും. അതിന് പ്രത്യേക തടസ്സമുണ്ടാവില്ല. അപ്പോൾ കാർഷിക വൃത്തി ആദായകരമാവുക എന്താണ് ഏറ്റവും പ്രധാനം. ഇതിന് ഞങ്ങൾ കാണുന്ന ഒരു വഴി, ഇപ്പോൾ നേരത്തെ പച്ചക്കറിയെക്കുറിച്ച് പറഞ്ഞു. പച്ചക്കറി അധികമായിട്ട് ഉൽപ്പാദിച്ച് വരുമ്പോൾ അതിന് സൂക്ഷിക്കാൻ ചില്ലിംഗ് പ്ലാന്റുകൾ വേണം, അല്ലെങ്കിൽ അത് സൂക്ഷിക്കാനാവില്ല. അതത് കേന്ദ്രങ്ങളിൽ തന്നെ വേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സർക്കാരിനാണ് ഒരുക്കാൻ പറ്റുക. അത് സർക്കാർ ഒരുക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റബ്ബറുണ്ട്, നാളികേരമുണ്ട്. ഇവക്കെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയും പല തരത്തിൽ. അത്തരത്തിലുള്ള വ്യവസായങ്ങൾ
ചിലത് സഹകരണാടിസ്ഥാനത്തിൽ ആരംഭിക്കാനാവും. അപ്പോൾ അമൂൽ മോഡൽ സഹകരണ സംഘം ഈ മേഖലയിൽ നമുക്കാകാവുന്നതാണ്. അമൂലിൻ്റെ പ്രത്യേകത 80% കൃഷിക്കാർക്കാണ്. ക്ഷീര കർഷകനാണ് പാലിൻ്റെ വിലയുടെ 80%. അപ്പോൾ ആ തരത്തിൽ നാളികേരത്തിൻ്റെ കാര്യത്തിനും റബ്ബറിൻ്റെ കാര്യത്തിനും ചെയ്യാൻ കഴിയും. ഇത് രണ്ടും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനാവും. ഏതെങ്കിലും ഘട്ടത്തിൽ വില കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ലാഭം നഷ്ടം വരാത്ത ഒരു വില ഓരോ കാർഷികോൽപ്പന്നത്തിനും നിശ്ചയിക്കണം. ആ വില കൊടുത്ത് ഗവൺമെൻറ് സംഭരിക്കും. സംഭരിക്കുമ്പോൾ തന്നെ വില കൃഷിക്കാരന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ കൃഷിക്കാർ സംതൃപ്തരായിരിക്കും. കാർഷിക മേഖല സംതൃപ്തിയുള്ള ഒന്നാണ് എന്ന് കണ്ടാൽ ചെറുപ്പക്കാരും ആ വഴിക്ക് നീങ്ങും. എൻ്റെ പേര് വിമൽ. ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ ഫോക്ലോർ ഗവേഷകനാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സഹകരണ മേഖലയിൽ IT സ്ഥാപനങ്ങൾ വ്യാപകമായി തുടങ്ങാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സഹകരണ മേഖല പലതിനുമുള്ള വഴിയാണ്. പക്ഷേ IT മേഖലക്ക് അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് പഠിച്ചേ പറയാൻ പറ്റും. എനിക്കതിനെപ്പറ്റി ഇപ്പോൾ ഒരു വ്യക്തതയില്ല. മറ്റു പലതിലും സഹകരണ മേഖലക്ക് നീങ്ങാനാവും. പക്ഷേ എത്ര കണ്ട് സഹകരണ മേഖലക്ക് IT രംഗത്ത് സംഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ടതായിട്ട്. എൻ്റെ പേര് ആയിഷ. കാര്യവട്ടം ക്യാമ്പസിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം, ജൈവ പച്ചക്കറി കൃഷിയും അതിൻ്റെ വിപണനവും ഒക്കെ എങ്ങനെ വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് അത് ജൈവ പച്ചക്കറി എന്നത് നമ്മൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ നാട്ടുകാർ ഒരു സംസ്കാരമായി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വരുന്ന വിഷു കാലയളവ് ഏപ്രിൽ നല്ല തോതിൽ ജൈവ പച്ചക്കറി മാർക്കറ്റിലെത്താനാണ് പോകുന്നത്. ധാരാളം ജൈവ പച്ചക്കറി കിട്ടുന്ന കടകൾ ഈ ഏപ്രിൽ മധ്യത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകും. ഇപ്പം തന്നെയുണ്ട്. പക്ഷേ വിഷുവോടനുബന്ധിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ ശക്തമാകും. എന്നാൽ അതുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആകെ നിറവേറ്റത്തക്ക രീതിയിലേക്ക് എത്തുന്നില്ല. ഇനി കൂടുതൽ അത് വികസിക്കണം. അത് കൂടുതൽ വികസിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ നാട്ടുകാർ, വീട്ടുകാർ, ഓരോ വീടും ഓരോ കുടുംബവും ഈ പച്ചക്കറി കൃഷിയിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിലേക്ക് അത് അഭിവൃദ്ധിപ്പെടും. അപ്പോഴേക്കും LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു 50,000 ഏക്കർ സ്ഥലത്തെങ്കിലും പച്ചക്കറി കൃഷി ആരംഭിക്കും. അപ്പോൾ ആ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതോടെ നമ്മുടെ നാടിൻ്റെ പച്ചക്കറി കാര്യങ്ങൾ സ്വയം പര്യാപ്തത നേടാനാവും. ആദ്യം സ്വയം പര്യാപ്തത നേടുക, പിന്നീട് നമുക്ക് നല്ല നിലക്ക് പച്ചക്കറി കയറ്റി അയക്കാനാവും മറ്റു പ്രദേശങ്ങളിലേക്ക്. രാജ്യത്തിന് പുറത്തും കയറ്റി അയക്കാൻ പറ്റും. ഇങ്ങനെ പച്ചക്കറി വികസിപ്പിക്കണം എന്നാണ് കാണുന്നത്. പച്ചക്കറി വികസിക്കുക എന്ന് പറയുമ്പോൾ പുതിയ തൊഴിലവസരം കൂടി സൃഷ്ടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സർ, എൻ്റെ പേര് സൻഷ സന്തോഷ്. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ ഹോമിയോപ്പതി കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ നടക്കുന്നുണ്ടെങ്കിലും സ്റ്റാർട്ടപ്പുകൾ അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഇതിലൊരു മാറ്റം ഉണ്ടാവാൻ സാധിക്കുമോ? സ്റ്റാർട്ടപ്പ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ്. ഇക്കാര്യത്തിൽ നല്ല തരത്തിലുള്ള സ്ഥാപനങ്ങളാക്കി വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടത് ഒരു സഹായം, ഗവൺമെൻറ് സഹായം അതിനാവശ്യമാണ്. അതിനായിട്ട് ഒരു കേരള ഏഞ്ചൽ കമ്പനി രൂപം കൊള്ളേണ്ടതായിട്ടുണ്ട്. ഒരു 20% സ്റ്റാർട്ടപ്പിന് സർക്കാർ വക പണം നൽകണം. 20% സെബിയുടെ അംഗീകാരമുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഏഞ്ചൽ കമ്പനികളുണ്ട്. അത്തരത്തിലുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് 20% നൽകണം. ബാക്കി 60% ബാങ്ക് വായ്പ ലഭ്യമാണ്. ആ ബാങ്ക് വായ്പക്ക് സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം.
അങ്ങനെ നല്ല രീതിയിൽ ഈ സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കാനാവണം. സാർ, എൻ്റെ പേര് സിൻഷ, കാര്യവട്ടം ക്യാമ്പസിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് വർഗീയ പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനെതിരെ ഒരു ഇടതുപക്ഷ സർക്കാർ വന്നാൽ എന്തൊക്കെ ബദലായിരിക്കും ചെയ്യാനാകും? വർഗീയ പ്രവണതകൾക്കെതിരെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നടപടികൾ സർക്കാർ തലത്തിലുള്ള നടപടികളാണ്. എന്നാൽ വർഗീയതയ്ക്കെതിരെ എല്ലാ ഘട്ടത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഏറ്റവും പ്രധാനം വർഗീയതയുമായി സമരസപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. വർഗീയതയുടെ ആപത്ത് ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാൻ കഴിയും. വർഗീയതയുടെ ആപത്തിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാവണം. ആ പ്രവർത്തനം സർക്കാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇടതുപക്ഷം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് കടുത്ത എതിർപ്പ് എല്ലാ വർഗീയ ശക്തികൾക്കുമുള്ളത്. അത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ വർഗീയ ശക്തികൾക്കാകെ ഞങ്ങളോട് കടുത്ത എതിർപ്പാണ്. എന്നാലൊരു സർക്കാരുണ്ടായാൽ ഇപ്പോഴുള്ള സർക്കാരിൻ്റെ നിലപാടല്ല തുടരുക. ഇപ്പോഴുള്ള സർക്കാരിൻ്റെ നിലപാട് ഈ വർഗീയതയുമായി സമരസപ്പെടലാണ്, അവർക്ക് പ്രോത്സാഹനം നൽകലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ MG കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളാരും ഇല്ലല്ലോ. ആ MG കോളേജിൽ വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭം നടന്നപ്പോൾ അവിടെ പോലീസിന് നേരെ ബോംബെറിഞ്ഞു RSSകാർ. അതിൻ്റെ ഭാഗമായി ഒരു ഇൻസ്പെക്ടറുടെ കാലാണ് തകർന്നത്. സാധാരണഗതിയിൽ വലിയ ഗൗരവമുള്ള കേസാണ്. ആ കേസ് പിൻവലിച്ചു കൊടുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായി. അത് പിൻവലിച്ചത് ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കലാണ്, വർഗീയ ശക്തികളെ പിന്താങ്ങലാണ്. അതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടിയും LDF അധികാരത്തിൽ വന്നാലുണ്ടാവില്ല. മാത്രമല്ല കർക്കശമായ രീതിയിലായിരിക്കും വർഗീയതയ്ക്കെതിരെ നിയമ സംവിധാനം നീങ്ങുക. എൻ്റെ പേര് അനീഷ്, ഞാൻ ട്രിവാൻഡ്രം ആർ കോളേജിൽ വരുന്നു. കേരളത്തിൽ ആയുർവേദം, ഹോമിയോപ്പതി, അങ്ങനെ യോഗ തുടങ്ങിയിട്ട് ആയുഷ് എന്ന പുതിയൊരു വകുപ്പ് രൂപീകരിച്ചല്ലോ. അപ്പം വരുന്ന ഇടതുപക്ഷ സർക്കാർ അതിനെ എങ്ങനെ ആരോഗ്യ മേഖലയിൽ മുന്നേറ്റത്തിനായി ഉപയോഗപ്പെടുത്തും? ഇത്തരം മേഖലകളാകെ അതത് തലത്തിൽ വികസിച്ചു വരേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മുടെ നാട്ടിന് പറ്റുന്ന ഒന്നാണ് യുനാനിയും കൂടി ഈ പറയുന്ന കൂട്ടത്തിൽ. അങ്ങനെയുള്ള എല്ലാ മേഖലയും, എല്ലാ വൈദ്യശാസ്ത്ര മേഖലകളെയും നല്ല രീതിയിൽ വികസിപ്പിക്കുക എന്നത് തന്നെയാണ് LDFൻ്റെ കാഴ്ചപ്പാട്. അതിനുതകുന്ന നടപടികളായിരിക്കും LDF ഗവൺമെൻറ് സ്വീകരിക്കുക. ഇന്ന് ഒരു തരത്തിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന നില ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കുമൊക്കെ ഉണ്ട്. അതിൽ ആയുർവേദത്തിൻ്റെ സാധ്യത അനന്തമായിട്ടുള്ളതാണ്. നമ്മുടെ വിദേശ ടൂറിസ്റ്റുകൾ പലരും ഇവിടെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചികിത്സ അവർക്ക് ലഭ്യമാക്കാൻ അതിൽ ചില ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിട്ട് വരും. അതോടെ ആയുർവേദ രംഗം മെച്ചപ്പെടും. ആയുർവേദ രംഗത്തിനുള്ള കുറവ് ഒരു സമഗ്രമായ ഗവേഷണ സൗകര്യത്തോടെയുള്ള സ്ഥാപനമില്ല എന്നുള്ളതാണ്. ആ കുറവ് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ആയുർവേദത്തിന് കൂടുതൽ വികാസം ഉണ്ടാവും. അത്തരത്തിൽ ഉള്ള നടപടികളും സ്വീകരിക്കണമെന്ന് തന്നെയാണ് LDF കാണുന്നത്. യെസ്, ഏതായാലും ലോകത്തെമ്പാടുമുള്ള യുവതി യുവാക്കൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ടോക്ക് ഷോയിലൂടെ ഉയർന്നു വന്നത്. അതിന് മറുപടി പറയുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ പിണറായി വിജയൻ. ഏതായാലും ഇനി യുവാക്കളോടായി പൊതുവായി എന്താണ് പറയാനുള്ളത് ശ്രീ പിണറായി വിജയൻ? യുവത്വം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസരിപ്പുള്ള ഒരു ഘട്ടമാണ്. ഏത് പ്രദേശമെടുത്താലും രാജ്യമെടുത്താലും അവിടങ്ങളിലെല്ലാം മാറ്റങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുത്തിട്ടുള്ളത് യുവത്വമാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. യുവാക്കളാണ് എന്തിൻ്റെയും മുന്നിൽ എടുത്തു ചാടാറുള്ളത്. നമ്മുടെ നാട് ഇപ്പോൾ ഏറ്റവും കടുത്ത അപമാന ഭാരത്തോടെ കഴിയുന്ന ഒരു നാടാണ്.
അതിന് കാരണം സാധാരണഗതിയിലൊരു നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമല്ല, ഒട്ടേറെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ഭരണാധികാരികളാണ് നമുക്കുണ്ടായിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ശുദ്ധി വീണ്ടെടുക്കാനാകണമെങ്കിൽ ഇന്നത്തെ ഈ ഭരണാധികാരികളെ മാറ്റിയേ മതിയാവും. അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും വലിയ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലാണ് ശ്രീ പിണറായി വിജയൻ ഉള്ളത്. എന്നാൽ ഇപ്പോഴും ഈ യുവാക്കളുടെ ആശങ്കകൾക്ക്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ആ ഒരു സ്പേസാണ് തൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യമായി അദ്ദേഹം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്ര നേരം ഇവിടെ പങ്കുചേർന്ന് കൃത്യമായി തന്നെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ഏതായാലും ടോക്ക് ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി ശ്രീ പിണറായി വിജയൻ, ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ഈ സമയം പങ്കുവച്ചതിന്. നന്ദി.